ഇപ്പം രാഷ്ട്രീയമൊക്കെ കുറച്ച് അവിടെ നിൽക്കട്ടെ. ആയിക്കോട്ടെ. ഞങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റിലോട്ടാണ് മതവും ധാർമ്മികതയാണ്. മരണത്തെ പറ്റി ആലോചിക്കാറുണ്ടോ? പണ്ട് ഇതേ ഉള്ളായിരുന്നു ചിന്ത. ഏത് നിമിഷം പടിയാവുന്നായിരുന്നു ചിന്ത. അത് തന്നെയായിരുന്നു അപാര ധൈര്യവും. അതായിരുന്നു ഒരു സമയത്തുണ്ട്. ഞാനത് പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ധൈര്യത്തിലൊന്നായിരുന്നു, ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഏത് നിമിഷവും തട്ടിപ്പോവും, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് മരിക്കാം. അത് നന്നായില്ല അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. ആനവാൽ മോതിരത്തിലെ ശ്രീനിവാസന്റെ കൂട്ട് ഒരു അപാര ധൈര്യം വന്നിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം അങ്ങനെ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം മരണത്തെക്കുറിച്ച് വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. പണ്ടെനിക്ക് മരിച്ചു പോകുമെന്നതൊരു പേടിയായിരുന്നെങ്കിൽ ഇന്നതൊരു യാഥാർത്ഥ്യമാണെന്നും ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചെങ്കിൽ മരിക്കുന്നത് വരെയും എനിക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഉള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എപ്പോൾ അത് കഴിയുന്നു അപ്പം മരിക്കും. അല്ലെങ്കിൽ ആർക്കും കൊല്ലാനും പറ്റത്തില്ല, ഞാൻ മരിക്കത്തുമില്ല. ഇത് ഭയങ്കര ഉറച്ച ബോധ്യമാക്കി. ഞാൻ ഈ ചില കാര്യങ്ങൾ പറയുന്നത് എന്തായോ, ഇത് എൻ്റെ ഒരു ധൈര്യമാണ്. ടിയാൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ഇതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ അവിടേക്ക് നോക്കൂ, അവിടെ ഒരു പ്രകാശം കാണാം, അത് ഞാനാണെന്ന് ഇങ്ങനെ ഇന്ദ്രജിത്തിനോട് പൃഥ്വിരാജ് ദൈവത്തിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. എൻ്റെ ഈശ്വരവിശ്വാസം അതുപോലെയാണ്. ഇപ്പം എനിക്ക് ഒരു ആപത്ത് വന്നാൽ എന്നെ ആരും സത്യത്തിൽ സഹായിക്കാനൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂടെ ഒരാളുണ്ട് എന്ന് ഭയങ്കര ഉറച്ച ബോധ്യം. അതൊരാളുണ്ട് കേട്ടോ. ദേവദൂതൻ സിനിമയിലെ വിശാൽ കൃഷ്ണമൂർത്തി തൻ്റെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ അയാളെ ഈ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരാളാണ്. അത് വിശാൽ കൃഷ്ണമൂർത്തിയുടെ ലക്ഷ്യമല്ല, മറ്റേയാളുടെ ലക്ഷ്യമാണ്. വിനീതിൻ്റെ കഥാപാത്രത്തിൻ്റെ ലക്ഷ്യമാണല്ലോ. അലീനയുടെ ദേവദൂതല്ല. അപ്പം അയാളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിശാല കൃഷ്ണമൂർത്തി നിയോഗിക്കുകയാണ് ദേവദൂതല്ലേ. അപചാരിതമായി എവിടെ നിന്നോ വരുന്നു, ഇയാൾ അവിടെ എത്തുന്നു, വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഇത് ഇദ്ദേഹം വായിക്കുന്നു, ഹാർമണി അത് ചെയ്യുന്നു. പിന്നീട് അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനായി ഇദ്ദേഹം മാറുന്നു. അപ്പോൾ നിഖിൽ മഹേശ്വറിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിശാല കൃഷ്ണമൂർത്തി നിയോഗിക്കുകയാണ്. ഞാനും ഒരു പോയിന്റിൽ, അതായത് ഇപ്പോഴൊന്നുമല്ല, 2011-12 സമയത്ത് തന്നെ എനിക്കിങ്ങനെ വെറുതെ ഇരുന്ന് തോന്നി തുടങ്ങി, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പലതും എൻ്റെ പ്ലാനിങ്ങിലൂടെ അല്ലല്ലോ പോകുന്നത്. നന്നായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട് യോഗ്യത വെറും +2 മാത്രമായിട്ട് അവസാനിച്ചു. എവിടെ നിന്നോ എന്തൊക്കെയോ ഇങ്ങനെ, അതായത് പ്രകൃതി എന്നെ പതിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഭാവിയിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണോ ഇത്? അതാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി. 2012 തോന്നുന്നു, 13 എഴുതിയൊരു പോസ്റ്റിലാണ്. ഭാവിയിൽ ഞാൻ ആരെങ്കിലുമായി മാറിയേക്കാം, പ്രകൃതി അതിനായി എന്നെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ശക്തമായി തോന്നി തുടങ്ങുന്നു എന്ന് പറഞ്ഞ് 13 ഞാൻ ആ പോസ്റ്റ് എഴുതുന്നു. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ഇപ്പുറം ബിഗ് ബോസ് വിജയോ ഇതൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും അല്ല കാണുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഇപ്പം കിട്ടിയ നേട്ടങ്ങൾ എന്തോ വലിയ അങ്ങനല്ല പറയുന്നത്. ഇതിലൂടെ നമ്മൾ പറയുന്നത് കേരളത്തിൽ ചെറുതെങ്കിലും ഒരു സമൂഹം കേട്ടു തുടങ്ങുന്നു. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ളൊരു ശബ്ദമായി എനിക്ക് മാറാൻ കഴിയുന്നു. എൻ്റെ ശബ്ദത്തിന് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ കഴിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് ആരോ ആണെന്നുള്ളൊരു ഉറച്ച ബോധ്യം. ഇപ്പോഴും ഓരോന്നും ഞാൻ ഭയങ്കര സത്യം പറയാം, ഒരു സംഭവം പറയാം. ഇപ്പം 2 മാസമായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊന്നും എഴുതുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതിനുള്ള കാരണം VD സതീശനെ പോലൊരു പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിൽ ഇരിക്കുമ്പോൾ എന്നെപ്പോലെ ഒരുവൻ പറയുന്നതിനകത്ത് അർത്ഥമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും പണി പുള്ളി ആദ്യം എടുക്കട്ടെ, അവരെടുക്കട്ടെ, ആത്മാർത്ഥമായിട്ട് അവർ പണിയെടുത്തിട്ട് അവരെ പിന്നിൽ നിന്ന് സഹായിക്കാം എന്ന് മാത്രമേ നമ്മളൊക്കെ ചിന്തിക്കുന്നുള്ളൂ. അല്ല, നമ്മളെടുക്കുന്ന പണിയിൽ ഇവരാരും ഓസിന് അധികാരത്തിലേക്ക് എത്തണ്ട എന്നുള്ള ചിന്തയിലാണ് പുറകോട്ട് പോകുന്നത്. ഫേസ്ബുക്കിൽ ഓരോന്ന് എഴുതുന്നതും പോസ്റ്റ് ചെയ്യുന്നതിനും ഇതുപോലൊരു തോന്നലാണ്, പെട്ടെന്നുണ്ടാകുന്നൊരു തോന്നലാണ്. അതേസമയം ആവർത്തിച്ചിട്ട് ഞാൻ 7, 8, 10 വീഡിയോസ് പല പ്രാവശ്യം എടുത്തു വെച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്നെ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ സംഭവിപ്പിക്കത്തില്ല. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 100% ശരിയായി തന്നെ സംഭവിക്കും. ആ ശരികളിലേക്ക് എന്നെ പതുക്കെ കൊണ്ടെത്തിക്കും. ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ള വിഷയം എടുത്താൽ ഞാനിങ്ങനെ എഴുതുന്നു, ഈ പ്രാവശ്യത്തെ ദുരിതാശ്വാസ നിധി ഞാൻ കൊടുക്കുന്നില്ല, പകരം എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ എൻ്റെ ധാരണ എന്നറിയോ, നമ്മൾ ചെയ്യാൻ പോകുന്ന സഹായത്തിൻ്റെ പേരിൽ ആരെങ്കിലും കുറച്ച് നല്ലത് പറയും, നല്ല കാര്യമാകില്ല എന്നൊക്കെ പറയും, നേരെ ഉൾട്ടടിച്ചു. നമ്മൾ ചെയ്യുന്ന സഹായം മറക്കുകയും മുഖ്യമന്ത്രി വിമർശിച്ചത് ഒരു വലിയ കുറ്റമായി മാറുകയും ഇന്നലകളിലെ ദുരിതാശ്വാസ നിധിയെ ചോദ്യം ചെയ്തത് പ്രശ്നമായി മാറുകയും ദുരിതാശ്വാസ നിധിയിൽ ഞാൻ പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരു വലിയ മഹാപരാധമായി മാറി എന്നെ കേരളത്തിലെ ഒരു വൃത്തികെട്ടവനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളും
ഇടതുപക്ഷവും കൂടെ ഒരുമിച്ച് ശ്രമിക്കുന്നു. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഈ ദുരിതാശ്വാസത്തെ പറ്റി പഠിച്ചിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. നമ്മുടെ മുന്നിൽ ഇന്നലെ വന്ന വാർത്തകൾ, ഇന്നലെ നടന്ന ചാനൽ ചർച്ചകൾ, ഇവിടെ മാധ്യമങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ, ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ, ഇത് മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു പോയല്ലോ, പിന്നെ എനിക്ക് ഡിഫെൻഡ് ചെയ്യണം. ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് പഠിക്കാൻ ശ്രമിച്ചു. പഠിച്ചപ്പോൾ എന്തോ ഇത് ഫുള്ള് പ്രശ്നം. ഇത് അന്വേഷിച്ച് പോയാൽ ഭീകര തട്ടിപ്പ് നടന്നേക്കുന്ന ഒരു പരിപാടി ആയിട്ടത് മാറിയേക്കുന്നു. അപ്പം ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയും ഇതിൻ്റെ ശരികൾ എന്നിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് മറ്റൊരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നും പറയുന്ന പലതും, ഇന്ന് ഈ ഇൻ്റർവ്യൂവിന് വന്നതും എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ പോലാണ്. എന്നെ ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് വിളിക്കാറുണ്ട്, ഞാൻ പോകാറില്ലല്ലോ. അപ്പോൾ ഇത് പോകണം, നിനക്ക് പറയാനുള്ളത് പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഒരാളാണ്. പലരും എൻ്റെ അടുത്ത് 24 മണിക്കൂർ ലൈവുള്ളൊരു ഷോയിൽ 100 ദിവസം ഞാൻ നിന്ന് എൻ്റെ വായിൽ ഒരുവിധം 99% ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് വിമർശനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും സാധാരണ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നെ പോലെ ഫുൾ ടൈം സംസാരിക്കുന്ന ഒരാൾക്ക്, മിണ്ടാതിരിക്കുന്ന ഒരാളല്ലല്ലോ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ കൊണ്ട് ഞാൻ ചീത്ത പോലും അധികം പിടിച്ചിട്ടില്ലെന്നേ. ഞാൻ എനിക്ക് ദേഷ്യം വന്നാൽ വായി വരുന്ന ചീത്ത മൊത്തം വിളിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇതിനകത്ത് കാര്യം വെച്ചാൽ നമ്മൾ ഈ സമൂഹത്തെ പേടിക്കുകയെന്ന് വെച്ചാൽ പേടിക്കണം. പക്ഷെ അതിന് നമ്മളല്ലാതായി മാറേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ സുധാരേട്ടനെ കണ്ട് വി ഡി സതീശനെ ചീത്ത വിളിച്ചെന്ന് ഒരു സംഭവം പുള്ളി പറഞ്ഞ് ഞാൻ ചീത്തയെന്ന് വിളിച്ചില്ല. ഞാൻ ചീത്ത വിളിച്ച് ദേഷ്യം ഞാൻ ചീത്ത വിളിക്കും. ഇപ്പോൾ അയ്യാകത്തോണം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തോ ചെയ്യാൻ പോകാൻ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നേ. അത് ഞാനിപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ചീത്ത വിളിച്ചു എന്ന് കരുതിയത് ഈ രാജ്യത്ത് മഹാപരാധം ഒന്നുമല്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വായിൽ ചീത്തയാവുന്നത്, ചീത്തയും കൂടെ എഴുതി വെച്ചേക്കുന്നത് അർഹതപ്പെട്ടവനെ വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ. അല്ല, തല്ലുന്നേക്കാൾ നല്ലതാണല്ലോ ഒരു ചീത്ത വിളിക്കുന്നത്. ദേഹോപദ്രവം ചെയ്യുന്നത് കാടിൻ്റെ നിയമമാണ്, വന്യമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാം. അതുപോലെ ചിലർ നിയന്ത്രണം വിട്ടൊക്കെ ചെയ്യും, പിന്നീട് പശ്ചാത്തപിക്കും. ഞാനും ഒക്കെ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇതിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത് നമ്മൾ അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഫാക്ട് ചെക്കിങ്ങിൽ ഫ്ലാഗ് ചെയ്യപ്പെട്ടു എന്ന് പറയണത് അത് ശരിയാണോ? അതായത് ഈ 2 പോസ്റ്റ് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതുന്നു. 3ാമത്തെ പോസ്റ്റിൽ വളരെ ബുദ്ധിപരമായിട്ട് ഞാനൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഇവരിതിനെ എതിർക്കാൻ വേണ്ടിയിട്ട്, അതായത് KSFEയുടെ അതായത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി ഇപ്രകാരം പറയുകയാണ്: വിദ്യാശ്രീ പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് KSFE നിയോഗിച്ചതെന്ന് പറയുന്നു ദുരിതാശ്വാസ നിധി പ്രകാരം. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ KSFE കുട്ടികൾക്ക് കൊടുത്തേക്കുന്നത് സൗജന്യമായിട്ടല്ല, അതായത് ലോൺ സ്കീമിൽ ഇവർക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ ഇത് മുഖ്യമന്ത്രി വ്യക്തമാക്കാതെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം 100% ആൾക്കാരും ഇത് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്, അഖിൽമാരാർ അവിടെ നിന്ന് KSFEക്ക്, അതായത് ഞാൻ ഉന്നയിച്ച വിഷയം എന്താ, KSFEക്ക് 81 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തേക്കുന്നു. ഇത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. വെബ്സൈറ്റിൽ കാണിച്ചേക്കുന്നത് KSFE ലാപ്ടോപ്പ് 81 ഇത്ര കോടി രൂപ എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്തുവാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് KSFEക്ക് കൊടുത്തേക്കുന്നത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അത് ശരിയാണല്ലോ, അഖിൽമാരാർ പറഞ്ഞതിനകത്തൊരു വലിയ കാര്യമുണ്ട്. KSFEക്ക് എന്തിനാണ് കൊടുത്തത്? അതിൻ്റെ പേരിൽ ഒരു വലിയ ബഹളങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നടക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി വന്നിരുന്ന് പറയുന്നു, KSFEയുടെ വിദ്യാശ്രീ പദ്ധതി പ്രകാരം കുട്ടികളുടെ പഠനാവശ്യത്തിനായി കോവിഡ് കാലത്തെ ബുദ്ധിമുട്ട് സമയത്ത് കുട്ടികളുടെ പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് കൊടുത്തൊരു പദ്ധതിയായിരുന്നു ഇതെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ മറുപടി പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അത് കൺവിൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ അഖിൽമാരാർ ഇവന് പ്രാന്താടെ, ഇവന് പിണറായി വിജയൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവൻ വായി തോന്നുന്ന വിവരക്കേട് വിളിച്ച് പറയുകയാണെന്ന് ആൾക്കാർ കരുതും. അപ്പോൾ ഞാനപ്പോൾ അത് അന്വേഷിക്കാൻ പോയി. ഞാൻ KSFEയിൽ വിളിച്ചു. KSFEയിൽ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ലോൺ സ്കീമിൽ കൊടുത്തതാണെന്നും ഇത് ഈ പദ്ധതി അല്ലെന്നും. അന്നേരം ഞാൻ ബുദ്ധിപരമായിട്ട് ചെയ്ത പരിപാടിയാണത്. 3ാമത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ, കാരണം എനിക്ക് വിദ്യാകിരണം പദ്ധതിയെക്കുറിച്ച് പറയണമെങ്കിൽ വിദ്യാശ്രീ പദ്ധതി ആരാണെന്നും എന്താണെന്നും ഇതിന് എതിർപ്പും എനിക്ക് വരണം. അപ്പോൾ ഇവിടെ ഇപ്പം മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു. അപ്പോൾ ഈ ആക്ച്വലി ഫേസ്ബുക്ക് പറഞ്ഞത് സത്യമാണ്. ഫേസ്ബുക്ക് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് കള്ളമാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കള്ളമാണ് ഞാൻ പറഞ്ഞത് കള്ളം തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കള്ളം ഞാനെടുത്ത് എൻ്റെ ഫേസ്ബുക്കിൽ അതേപടി പോസ്റ്റ് ചെയ്തു. വിദ്യാശ്രീ പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് കൊടുത്തത് ലോൺ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ അത് സത്യമല്ല. ദുരിതാശ്വാസം അപ്പോൾ ഇവരെന്ത് ചെയ്തു,
ഇവരിതിനെ എന്താണ് സത്യമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിനോട് ഇവർ അതായത് ഈ ഫാക്ട് ചെക്ക് ചെയ്യുന്ന ഏജൻസിക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അഖിൽ മാരാർ കള്ളത്തരം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ ഫേസ്ബുക്കിന് ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവർ പറയുന്നു വിദ്യാശ്രീ പദ്ധതി എന്താണെന്നും വിദ്യാകിരണം പദ്ധതി എന്താണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് ഇത് പരിശോധിച്ചിട്ട് ഞാൻ ഇവിടെ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. ഞാനല്ല തെറ്റിദ്ധരിപ്പിച്ചത്, മുഖ്യമന്ത്രിയാണ് തെറ്റിദ്ധരിപ്പിച്ചത്, റിയാലിറ്റി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? എനിക്ക് വിദ്യാകിരണം എന്താണെന്ന് പറയാൻ പറ്റി. അപ്പോൾ വിദ്യാശ്രീ പദ്ധതി എന്താണെന്നും വിദ്യാകിരണം പദ്ധതി എന്താണെന്നും ജനത്തിനോട് പറയാൻ പറ്റി. ഇതിൽ സൗജന്യമായിട്ട് അവിടെയും കള്ളത്തരം പറഞ്ഞത് SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തെന്നാണ് പറഞ്ഞത്. അതുപോലും ഇതിനകത്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഇപ്പം ഇത് ചോദിച്ചപ്പോൾ അന്നത്തെ എൻ്റെ കുറേ ഡേറ്റാസിൽ എനിക്ക് മറവിയുണ്ട് കേട്ടോ. ഞാൻ പല കാര്യങ്ങളും പോകുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഞാൻ അന്നത്തെ കാര്യങ്ങൾ എൻ്റെ റൈറ്റപ്സ് എടുത്ത് വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതെല്ലാം ഫേക്കാണ്. പിന്നെ ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ വിഷയം. ദുരിതാശ്വാസ നിധി എടുത്ത് ലാപ്ടോപ്പ് മേടിക്കുന്നതാണോ ലക്ഷ്യം? അവിടെ അത് പാളി. അതായിരുന്നില്ല. പിന്നെ ഈ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തതിലെ പാളിച്ചകൾ ഇതൊക്കെ നമ്മളന്ന് കൃത്യമായിട്ട്. അപ്പം നമ്മൾ ഇത് ഒരു ഡൈവേഷനാണ്. നമ്മൾ ദൈവത്തെ പറ്റിയാണ് പറഞ്ഞത്. അതെ, മതത്തിന്റെ കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇതില് ഇപ്പം മതം രാഷ്ട്രീയമാണെന്നേ. അതെ അല്ലേ? മതം രാഷ്ട്രീയമാണ്, ധാർമ്മികതയാണ്. ധാർമ്മികതയൊന്നുമില്ല. അല്ല, അതാ ചോദിക്കുന്നത്. ഇപ്പൊ ഉറച്ച ദൈവവിശ്വാസിയാണ്. ഈശ്വര വിശ്വാസമുണ്ട്. അത് ഈശ്വര രൂപങ്ങളോ ഒന്നുമല്ല. ഞാൻ ഒരാളെ ചിലപ്പോൾ ഞാൻ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ പോകും. അതെൻ്റെ ഒരു ധൈര്യമാണ്. എൻ്റെ ഒപ്പം വ്യാസനെ കൊണ്ട് ഭഗവത്ഗീത മഹാഭാരതം എഴുതിച്ചത് ഗണപതിയാണല്ലോ. അങ്ങനെയാണല്ലോ എനിക്കറിയില്ല. അതാണ്. വ്യാസൻ എഴുതുകയും ഗണപതി പറഞ്ഞു കൊടുക്കുകയും ചെയ്തെന്നാണ്. അങ്ങനെയാണ്. വ്യാസൻ എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ് വ്യാസൻ. വേദവ്യാസൻ എഴുതിയല്ല, ഗണപതി പറയുമ്പോൾ വ്യാസൻ എഴുതും. അപ്പോൾ അതാണെങ്കിൽ എനിക്കും എഴുത്തിനും കാര്യങ്ങൾക്കും എനിക്ക് പിന്നിൽ നിന്ന് പറഞ്ഞു തരാനുണ്ട്. പിന്നെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള. അല്ല, ഇത്തരമൊരു വിശ്വാസത്തിനോട് പൊതുവെ എനിക്ക് തോന്നുന്നു നിരീശ്വരവാദികൾക്ക് പോലും ഒരു എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, പൊതുവെ നിരീശ്വരവാദികളാണ് ഏറ്റവും നല്ല ഈശ്വരവിശ്വാസികൾ. അതെന്താ അങ്ങനെ പറയുന്നത്? കാര്യം ഒരു ദൈവത്തിനും പ്രാർത്ഥിച്ചാൽ ഒന്നും ലഭിക്കത്തില്ല എന്നതാണ് പരമമായ ഈശ്വരവിശ്വാസം. നമ്മൾ ഇപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഇന്നത് കിട്ടും എന്ന് ചിന്തിക്കുന്നത് പോലെ വിഡ്ഢിത്തരം ഈ ലോകത്ത് വേറെ ഉണ്ടോ? അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് നിരീശ്വരവാദികൾക്ക് മാത്രമാണ്. പക്ഷെ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഇതിനോട് പോലും അല്ല, ഇതിനോട് കണക്ട് ചെയ്യുന്ന മറ്റൊരു രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും നല്ല കുടുംബിനികൾ ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന ഭാര്യമാരായിരിക്കും എന്നറിയാമോ? ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റുകളായിരിക്കും. അതെന്താ? കാരണം ഇവരിത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും ഇവർ നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുകയും പക്ഷെ ഭയങ്കര വിരുദ്ധമായ രീതിയിൽ ഒരു വൃത്തികെട്ടവൻ ഇവരുടെ ഭർത്താവായിട്ട് മാറുകയും ചെയ്തതോടുകൂടി ഇവർ പുരുഷ സമൂഹത്തെ വെറുക്കുന്നതിലൂടെയാണ് ഇവർ പല ആൾക്കാരും ഫെമിനിസ്റ്റുകളായി മാറുന്നത്. പക്ഷേ ആക്ച്വലി ഇവർ ഭയങ്കരമായ നല്ല രീതിയിലൊരു കുടുംബത്തെ നയിക്കാൻ ശേഷിയുള്ള നല്ല ഭാര്യമാരായി മാറേണ്ട ആൾക്കാരായിരുന്നു. നല്ല ഭാര്യമാരെന്ന് ഒരു നല്ല നാടിനെ നയിക്കാൻ ശേഷിയുള്ള നല്ല സ്ത്രീകളാവുന്ന നല്ല കുടുംബിനികളാവുന്ന. നല്ല കുടുംബിനിയുടെ മുന്നിൽ ഒരു വൃത്തികെട്ടവൻ ഭർത്താവായി അവതരിക്കുമ്പോൾ ഫെമിനിസ്റ്റായി മാറുന്നു. ഈ പുരുഷന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പല സ്ത്രീകളും ഫെമിനിസ്റ്റായി മാറുന്നത്. തിരിച്ചും മതത്തിലുണ്ട്. അപ്പൊ ഈ മതവിശ്വാസങ്ങളൊന്നും പാലിക്കാതെ ഒരാൾക്ക് നല്ലവനായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പൊ പറയുന്നത്. 100%. ഇവിടെ ഒരു സിസ്റ്റം എന്നോ ഒരു കാലത്ത് ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന വയലാറിൻ്റെ വരികൾ തന്നെയാണ് ഏറെക്കുറെ ശരി. പിന്നെ ഇതിനകത്തൊക്കെ കുറേ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഹിന്ദു മതത്തിൽ ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയാത് ത്രായതേ ഇത് ക്ഷേത്ര എന്നാണ്. നാശത്തിൽ നിന്ന് നമ്മെ മുക്തമാക്കുന്ന ഒരിടം, ഇത്ര മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഈ അർത്ഥം. അപ്പം നാശത്തിൽ നിന്ന് നമ്മെ മുക്തമാക്കുന്ന ഒരു സ്ഥലം അല്ലേ? അപ്പം നീ അവിടേക്ക് പോകണം. നിനക്ക് എന്തൊക്കെ നാശങ്ങളുണ്ടാവാം? ആത്മീയമായിട്ടുള്ള നാശമുണ്ടാവാം, ലൗകികമായിട്ടുള്ള നാശങ്ങളുണ്ടാവാം, സാമ്പത്തികമായിട്ടുള്ള നാശങ്ങളുണ്ടാവാം, ഭൗതികമായിട്ടുള്ള മറ്റു നാശങ്ങളുണ്ടാവാം. പല വിധത്തിലുള്ള നാശങ്ങൾ ഒരു മനുഷ്യന് സംഭവിക്കുമ്പോൾ നീ അവിടെ പോയി ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി എന്താണ് ക്ഷേത്രം? ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടേക്കുന്നത് ഒരു പ്രമാണാടിസ്ഥാനത്തിലാണ്. ഈ പ്രമാണം എന്ന് പറയുന്നത് ഗർഭഗൃഹശിരപ്രോക്തം അന്തരാളം മുഖം തഥ സുഖാസനം ഗളശൈവ ബാഹുശൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ജാനുജങ്കയോ ഗോപുരം ദേവപാദം സ്യത് ദേഹം ക്ഷേത്രം തഥ എന്നാണ് ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രം എന്നാൽ ഒരു മനുഷ്യ ശരീരമാണ്.
അതാണ് ആദ്യം പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഗർഭഗൃഹ ശിരപ്രോക്തം, ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം എന്ന് പറയുന്നത് ശിരസ്സാണ്. അന്തരാളം മുഖം തഥ, ക്ഷേത്രത്തിൻ്റെ അന്തരാളം ചുറ്റുവട്ടം അകത്തെ മുഖമാണ്. സുഖാസനം ഗളശൈവ, സുഖാസനം എന്ന് പറയുന്നതാണ്. അതായത് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഗർഭഗൃഹം, സുഖാസനം, അന്തരാളം ഇങ്ങനെ പറയുന്ന ഓരോ ഭാഗങ്ങളുണ്ട് ക്ഷേത്രത്തിന്. അപ്പോൾ ഇതെല്ലാം ഗളം കഴുത്ത്, പ്രാകാരം ജാനുജങ്കയോ അതിൻ്റെ അടുത്ത ഭാഗം കൈകാലുകൾ. അതായത് ചുരുക്കത്തിൽ ലളിതമായി പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരം കിടത്തിയിട്ട് പാദം ഏറ്റവും അവസാനം ഗോപുരം ദേവപാദം ദൈവത്തിൻ്റെ പാദമാണ് ശരീരം. അപ്പോൾ ആ പാദത്തിനുള്ളിലൂടെ കടന്ന് അകത്ത് കയറി ഗർഭഗൃഹം എന്ന് പറയുന്ന ഉള്ളിലേക്ക് എത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഉള്ളിലേക്ക് കയറി നിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് നിന്നെ തിരിച്ചറിഞ്ഞിറങ്ങി വരണം. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ ചിന്തിച്ച കാര്യം. ഇത് പതിയെ ഈ ക്ഷേത്രം എന്നത് നമ്മളെ സംബന്ധിച്ച് ആത്മീയത കച്ചവടമായി മാറിയ സമയത്ത് എല്ലാ മതത്തിലും ഇതെല്ലാം തന്നെ കച്ചവടവൽക്കരിക്കപ്പെട്ട സമയത്ത് ഇതിൻ്റെ എല്ലാ മൂല്യങ്ങളും നശിച്ചു. ഇപ്പോൾ മനുസ്മൃതിയെക്കുറിച്ച് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാത്തൊരു പുസ്തകമാണ്. ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾ പോലും കണ്ടു കാണത്തില്ല. അപ്പം നമ്മളെ ഹിന്ദുവിനെ എതിർക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് എന്നുകൊണ്ട് ഒരാൾ പറയുന്നത് കേൾക്കണം. മനുസ്മൃതി എന്തുവാടാ മനുസ്മൃതി എഴുതി വെച്ചേക്കുന്നത്? അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കും, എന്തുവാടാ എഴുതി വെച്ചേക്കുന്നത്? കാരണം നമ്മളിത് കണ്ടിട്ടില്ല. എടാ, നീ 100,000 വിവരക്കേടുകളും വിഡ്ഢിത്തരങ്ങളും ഇതുപോലുള്ള പല പുസ്തകങ്ങളും ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവാം. നീ എന്തിനാണ് അത് വായിച്ചിട്ട് അത് ഞങ്ങളുടെ നെഞ്ചത്തോട് അടിച്ച് ഏൽപ്പിക്കാൻ നോക്കുന്നത്? ഒന്ന് ഹിന്ദുവിനെ സംബന്ധിച്ച് ഇതൊന്നും പഠിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ആ നല്ല കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുള്ളേ. ഇതിന് പിന്നെ ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാ? ഇവർക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ എന്നോ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യന് ഒരല്പം ധൈര്യം കൊടുക്കാനും അന്നത്തെ സിസ്റ്റത്തെ ഓടിക്കാനും അന്നത്തെ ഉച്ചനീചത്വങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന, മോശമെന്ന് തോന്നുന്ന, ഈ കാലഘട്ടത്തിന് വേണ്ട എന്ന് തോന്നുന്നതിനെ തള്ളിക്കളയാനും വേണ്ടതിനെ സ്വീകരിക്കാനും നമുക്ക് കഴിഞ്ഞാൽ മതി. നീ നല്ലതുണ്ടെങ്കിൽ നല്ലതെടുക്ക്. ഇതിപ്പോൾ ചിദാനന്ദപുരി സ്വാമിയോട് പോയി ചോദിച്ചാലും, അദ്ദേഹത്തിനോട് പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, സ്വാമി കൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. ഇല്ല, ജീവിച്ചിരിപ്പില്ല. ഇപ്പം എന്താ വേണം? നിങ്ങൾക്കെന്താ വേണം? കൃഷ്ണൻ ഈ ചോദ്യം എന്നോട് കാരശ്ശേരി മാഷ് ചോദിച്ചതാണ്. എൻ്റെ സ്ഥിര നമ്പറാണ് ഈ യേശു ജീവിച്ചിരുന്നില്ലല്ലോ എന്നുള്ളത്. കാരണം എനിക്ക് ആക്രമിക്കാവുന്ന ആളെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ ആക്രമിച്ചാൽ ചിലപ്പോൾ എൻ്റെ തല കാണത്തില്ല. അപ്പം ആൾ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്താ? അവിടെ എൻ്റെ ബാല്യം എന്താ പറയുന്നത്? അപ്പം അത്രേ ഉള്ളൂ. ഇപ്പോൾ ജീവിച്ചോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തി ഇല്ലല്ലോ. വളരെ ലളിതം. കൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിപ്പില്ല. ഭഗവത്ഗീത നിന്റെ മുന്നിലുണ്ടോ? ഇതാരാ പറഞ്ഞത്? അത് കൃഷ്ണനാ പറഞ്ഞത്. നീ കൃഷ്ണൻ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ രമേശാന്ന് വിളിച്ചോ. അന്നത്തെ കാലഘട്ടത്തിൽ രമേശൻ പറഞ്ഞതാണ് ഇതാ ഈ എഴുതി വെച്ചേക്കുന്നത്. വായിച്ചോ, അത് വായിക്ക്. അതിനകത്ത് എന്തെങ്കിലും നല്ല കാര്യമുണ്ടോ? സ്വീകരിക്ക്. ഇപ്പം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വലിയ റെലവൻസ് വരുന്നത് നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചിലപ്പം പലതിനെയും നിനക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പുള്ളി എന്താ എഴുതി വെച്ചേക്കുന്നത്? നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രണയിനിയായിട്ട് തോന്നിയ ഫാത്തിമയെ നീ വേണ്ട എന്ന് വെക്കുന്നത് അതൊരു തെറ്റല്ല എന്നും, യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള നിന്റെ സഞ്ചാരം പൂർത്തിയാക്കി കഴിയുമ്പോൾ നിനക്കെല്ലാം തിരിച്ചു കിട്ടും. ഞാനൊരു അനുഭവസ്ഥനാണ്. ഞാൻ എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും എൻ്റെ വീട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങളെയൊക്കെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടാവാം. അപ്പം ഞാനെന്ന് പറയുന്ന ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ ഗുണങ്ങളും ഒരു ഭാര്യ എന്നില്ല ചിലപ്പോൾ അവൾക്ക് ലഭിക്കാതെ വരും. എൻ്റെ മക്കൾക്ക് ഒരു അച്ഛൻ എന്ന നിലയിൽ ഒരു പൂർണ്ണത എനിക്ക് നൽകാൻ പറ്റത്തില്ല. മകൻ എന്ന നിലയിൽ അച്ഛനും അമ്മയ്ക്കും നൽകാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞ ആ ഒരു മൊമെൻ്റ് മുതൽ അവർ ഹാപ്പിയാണ്. അപ്പം അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ പിന്നാലെ അതിൻ്റെ പങ്കാളിയായി മാറുക എന്ന് പറയുന്നതാണ് നമുക്ക് ചുറ്റുമുള്ളവർ ശ്രമിക്കേണ്ടത്. അപ്പം ഇങ്ങനെ നല്ല കാര്യങ്ങളെന്ന് തോന്നുന്നതിനെ സ്വീകരിക്കുക, മോശമെന്ന് തോന്നുന്നതിനെ തള്ളിക്കളയും. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക യേശു ക്രിസ്തു പറഞ്ഞാൽ അതൊരു മഹത്തായ വാചകമല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ. ഖുറാനിൽ മോശം പറഞ്ഞിട്ടില്ലേ? ഉണ്ടാവാം. നീ എന്തിനാണ് ഇതെടുത്ത് വെച്ച്? നീ അത് വേണ്ടെന്ന് വെക്കടേ, അത് തള്ളിക്കള. അതെടുത്ത് മുസ്ലിങ്ങളുടെ ഇതാണ് ഖുറാൻ. ഇതല്ല ഖുറാൻ. അതിൽ മോശമുണ്ടോ? മോശം ഉണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാത്തിലും ശരിയുമുണ്ട്, തെറ്റുമുണ്ട്. അപ്പം അതല്ല അതിനകത്ത് പറഞ്ഞേക്കുന്ന നല്ല കാര്യങ്ങളോട് സഞ്ചരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതേസമയം അതിനകത്ത് മോശത്തെ മാത്രം സ്വീകരിക്കാൻ നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. ഇതെല്ലാത്തിലും കാണും, ഇതെല്ലാ മതത്തിലും ഉണ്ടാവും. പിന്നെ വേറൊരു രസം പറയട്ടെ. ഇപ്പം ഈ മതം നമ്മൾ പറയുന്നത്, ഒരാശുപത്രിയിൽ നേഴ്സ്, ഇപ്പോൾ ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, വളരെ പറയാലോ, ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ തീരുന്ന മതമേ ഉള്ളൂ.
മുസ്തഫയ്ക്കും സുഹൈബിലും അല്ല എന്താ ഒരു മുസ്ലിം പേരുള്ള രണ്ട് ദമ്പതി ഉണ്ടാവുന്ന ഒരു കുട്ടിയെ എടുത്തു മാറ്റി ഇപ്പുറത്ത് ഭയങ്കര ഹിന്ദുത്വവാദിയായിട്ടുള്ള ഒരു BJP കാരനായിട്ടുള്ള പക്ക RSS കാരായിട്ടുള്ള ഒരു ഫാമിലി അപ്പുറത്ത് കിടപ്പുണ്ടെന്ന് വെച്ചോ. ഈ കൊച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ട് ദമ്പതികളുടെ കുട്ടിയെയും RSSന്റെ ഹാർഡ് കോർ ആയിട്ടുള്ള രണ്ടുപേരെയും ഒരേ ആശുപത്രി പ്രസവിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മതം കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരു 15 വർഷം കഴിഞ്ഞിട്ട് ഈ നേഴ്സി സത്യം എന്ന് പറയണം. അത് തീരുന്ന വർഗീയതേ ഉള്ളൂ. അത് തീരുന്ന വർഗീയതേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞതൊരു വ്യക്തിപരമായ ഒരു ആത്മീയതയെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷെ മതങ്ങളിപ്പോൾ ഒരു വ്യക്തിപരമായ ആത്മീയതയിൽ നിന്ന് മാറി സമൂഹത്തിൻ്റെതായ ഒരു ആത്മീയതയുണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് കൂടി. ആത്മീയത വേണം കേട്ടോ, തീർച്ചയായിട്ടും. ഞാൻ ആത്മീയത എന്ന് പറയുന്ന കാര്യം ഭയങ്കര മാത്രമായ ഒരു കാര്യമാണ്. ആത്മാവിനെ തിരിച്ചറിയുക, അതിപ്പം ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പം മനസ്സുണ്ടോ, മനസ്സില്ല, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇപ്പോൾ സയൻറ്റിഫിക്കലി എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പം നമ്മളൊരു നിങ്ങളിപ്പം പ്രൊഫസർ രവിചന്ദ്രനായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തോട് ചോദിച്ചാൽ ഇദ്ദേഹം പറയും ഒരു പക്ഷേ ഈ മനുഷ്യൻ്റെ ഇപ്പം ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ പുച്ഛിച്ചേക്കാം, ഈശ്വരവിശ്വാസത്തെ പുച്ഛിച്ചേക്കാം. ഞാനിവിടെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ, അവനെ മുന്നോട്ട് നയിക്കാൻ ഇതൊരു ഭയങ്കര അവശ്യ ഘടകം കൂടിയാണ്. ഇതില്ലാത്തതും ഉണ്ടാവാം. ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു ദുർബല ഹൃദയനായൊരു മനുഷ്യനാണ്. എനിക്ക് കരുത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ വേണം. അപ്പം എനിക്ക് വിഷമം വന്നാൽ ഞാൻ കുഴഞ്ഞു വിടുന്ന ഒരാളാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. അതേസമയം എനിക്കിനി എന്തു വന്നാലും എനിക്കൊരു പ്രശ്നമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന് പറയുന്ന കണക്കാണ് ഈ ഈശ്വരവിശ്വാസവും. മനുഷ്യൻ്റെ വ്യത്യസ്തമായ മാനസിക തലത്തിൽ അതേ കണക്ക് ഇപ്പം ഞാൻ ഈ തൊട്ടുമുമ്പ് പറഞ്ഞ ദുർബല ഹൃദയനായ ഒരുവൻ്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് അളിയാ എന്തുകൊണ്ടാണ് വിശേഷം, അവിടെ ഒന്നും സുഖമായിട്ടിരിക്കും, നിൻ്റെ കൊച്ചിപ്പം എന്താ വണ്ടി ഇടിച്ച് മരിച്ചടാ എന്തുകൊണ്ട് ഇങ്ങനെ. അപ്പം ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ യുക്തിവാദികൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ വരുന്ന പ്രശ്നം മറ്റേവരവിടെ അറ്റാക്ക് വന്ന് എത്തും. കാരണം ഇപ്പം ഇദ്ദേഹത്തിന് പ്രശ്നം കാണത്തില്ലായിരിക്കും. അപ്പം യുക്തിവാദിയായ പുള്ളി ചിലപ്പോൾ വിചാരിക്കും മരിച്ചെങ്കിൽ മരിച്ചു, മനുഷ്യനായ ജനിക്കും മരിക്കും, അതിനെന്താ പ്രശ്നം, എടുത്ത് ഏതെങ്കിലും കുഴിയിലിട്ട് അടച്ചേക്കും, ഓക്കെ. ഇത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഇല്ലേ, വൈകാരികമായിട്ടുള്ള കണക്ഷൻസ് ഇല്ലേ. അപ്പോൾ ഇവിടെ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനെന്ന് ലോകത്തെ ഏറ്റവും മികച്ച ലബോറട്ടറി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ, സയൻസ് പ്രൂവ് ചെയ്തേക്കുന്നു ഇയാൾ ഫിസിക്കലി ടോട്ടലി ഫിറ്റ് ആണ്, ഒരു കുഴപ്പം പുള്ളിക്കില്ല, സയൻസാണ് പ്രൂവ് ചെയ്തേക്കുന്നത്. അയാളടുത്ത് ഞാനിപ്പോൾ വിളിച്ചാണത് എന്തോ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പം വൈഫും കൊച്ചും ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശരീരം തളരും, അയാൾക്ക് വല്ലാതെ വരും. അത് ഈ പറഞ്ഞ ശരീരത്തിലെ ഒരു കുഴപ്പമില്ലാത്ത തലച്ചോറാ, ഒരു കുഴപ്പമില്ലാത്ത ഹാർട്ടാ, ഒരു കുഴപ്പമില്ലാത്ത ലിവറാ, ഇതെന്തേ ഡൗൺ ആയിപ്പോയി? ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇത് എന്തേ ഡൗൺ ആയി? ഇതിനെ ആരാ ഡൗൺ ആക്കിയത്? ഈ ഒരൊറ്റ മൊമെന്റിൽ ഒരു ചിന്ത, ഒരൊറ്റ ഫോൺ കോളിന് സയൻസിന് അല്പം മുമ്പ് സർട്ടിഫൈ ചെയ്ത പൂർണ്ണ ആരോഗ്യവാനായ ഒരുവൻ്റെ ശരീരത്തിനെ തളർത്തിക്കളയാമെന്നുള്ളത് ഒരൊറ്റ ഫോൺ കോളിൽ നമുക്ക് ചെയ്യാമെങ്കിൽ ഒരമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നിയാൽ ഒരുത്തിന് മുന്നോട്ട് പോകാനും പറ്റും. ഇവൻ്റെ ശരീരവും അതിനനുസരിച്ച് വർക്ക് ചെയ്യും. അല്ല, അത് പക്ഷേ ശാസ്ത്രീയമായിട്ട് പോലും ഇപ്പോൾ നമ്മൾ എല്ലാം ഒന്നും നമുക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ഈ മാനസികാരോഗ്യത്തെ പറ്റി വളരെ ലൈറ്റായിട്ട് കാണുന്ന ഒരാളാണെന്നൊരു വിമർശനമുണ്ട്. ഞാനോ? കാരണം ഞാൻ മെൻ്റലി ഭയങ്കര സ്ട്രോങ്ങാണ്. പൊതുവെ ഞാൻ മെൻ്റലി ഭയങ്കര സ്ട്രോങ്ങാണ്. അതന്നെ. പക്ഷേ ഈ അല്ല, അങ്ങനെ ഒരു വിമർശനം ഉണ്ടോ? ഇല്ല അല്ലേ. ഞാൻ പൊതുവെ എല്ലാവർക്കും ഭയങ്കര, എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും പൊതുവെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറയുന്ന ഒരാളാണ്. പക്ഷേ ഈ ഇപ്പോൾ മാനസികാരോഗ്യത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ആക്ച്വലി. കാര്യം ഇപ്പോൾ അതെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കങ്ങനെ എൻ്റെ ഞാൻ ഫിസിക്കലി കാണാൻ ഭയങ്കര ഫിറ്റാണെന്ന് തോന്നുമെങ്കിലും ഇപ്പോൾ തൈറോയിഡ് അല്ലെങ്കിൽ എല്ലാ ചില്ലറ കൊച്ചു പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും നമ്മൾ ബോഡിയിൽ അത്ര ഫിറ്റ് ആയിരിക്കത്തില്ല. ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ എനിക്ക് പലപ്പോഴും ശരീരത്തിലുണ്ടാവും. ഈ സമയത്തൊക്കെ തന്നെ ഞാൻ ചിലപ്പോൾ ലൈവൊക്കെ ഇടുമ്പോഴത്തേക്ക് രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുകയെന്നാണെന്നൊക്കെ ചിലർ ചോദിക്കും. അപ്പോൾ ഞാനും സുരാജ് ഞാനും കൂടെ ഒരിക്കൽ ഒരു ഓണം വിഷസ് ഇട്ട സമയത്തും സുരാജേട്ടൻ നല്ല ഉറക്കത്തിൽ കിടന്ന സമയത്ത് ഞാൻ വിളിച്ചോണ്ടെത്തി, പുള്ളിയുടെ വീട്ടിൽ പോയി ഞാൻ വിളിച്ചോണ്ടെത്തി എൻ്റെ കൂടെ വന്നിരുന്ന് ഞങ്ങളങ്ങനെ ചുമ്മാ വിഷസ് ഇട്ടതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് പെട്ടെന്ന് ടയേർഡാവും. അപ്പം ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് വെച്ചതും രാവിലെ വന്ന സമയത്ത് കണ്ണിച്ചിട്ട് ടയേർഡായിട്ടിരിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നുകിൽ വിചാരിക്കും തലേന്ന് രാത്രി അടിക്കാൻ കെട്ട് വിട്ടിട്ടില്ലടേ. ഞാൻ ആക്ച്വലി
വളരെ അപൂർവമായിട്ട് മാത്രമേ മദ്യപിക്കാറുള്ളൂ. പക്ഷെ കണ്ണിന് പെട്ടെന്ന് ക്ഷീണം വരും. അത് ഈ പറഞ്ഞ തൈറോയിഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒക്കെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മെൻ്റൽ പവർ കൊണ്ട് മാത്രമാണ്. കാരണം അവിടെ മനസ്സിൻ്റെ കാര്യത്തില്ലെങ്കിൽ മനുഷ്യനില്ലെന്നേ. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ശാസ്ത്രം തന്നെ ഇപ്പം സൈക്കോളജിസ്റ്റുകളുണ്ടല്ലോ, സൈക്യാട്രിസ്റ്റുകളും ഉണ്ടല്ലോ, സൈക്കോകളും ഉണ്ട്. പക്ഷേ ഈ പൊതുവെ നമ്മളിപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, പൊതുവെ കേട്ടോ എല്ലാവരും ഞാൻ പറയണേ, ഈ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, മാനസിക ബുദ്ധിമുട്ടുള്ള ഒരാളെ കൊണ്ട് നമ്മൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവാണ്, ഇയാൾക്ക് തെറാപ്പിയൊക്കെ ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടാവോ? ഒരു ഗുണമുണ്ടാവില്ല എന്ന് പറയും. അതായത് സൈക്കോളജിസ്റ്റുകളെ പൊതുവെ സൈക്യാട്രിസ്റ്റുകൾക്ക് വലിയ വിശ്വാസമില്ല, തിരിച്ചും. അപ്പോൾ ഇവർ രണ്ടും സയൻസ് ആണല്ലോ. അതെന്തിനകത്ത് രസമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നു, നമ്മുടെ കൂടെ ഒരു രോഗിയുണ്ട്, പുള്ളി ഭയങ്കര ഡിപ്രഷനിലാണ്, ആളിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. നമ്മൾ കൊണ്ട് കണ്ടു, സൈക്കാട്രിസ്റ്റ് ഇദ്ദേഹത്തിന് കുറേ ആൻറ്റി ഡിപ്രസൻറ്റുകൾ എടുത്തു കൊടുത്തു. ഈ ഇദ്ദേഹം ആൻറ്റി ഡിപ്രസൻറ്റുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം മാറുന്നില്ല. അങ്ങനെ അടുത്തൊരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയെന്ന് വെച്ചോ. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റ് ചോദിച്ചു, ഇതെന്താ ഈ ഡിപ്രഷൻ വരാൻ കാര്യം, എങ്ങനെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അപ്പം പുള്ളിക്ക് 5 പെമ്മക്കളാണ്, പുള്ളിക്ക് 10,000 രൂപ ശമ്പളമേ ഉള്ളൂ, 2 പെമ്മക്കളെ കെട്ടിച്ചൂടാറായി. പുള്ളിക്ക് ആൻറ്റി ഡിപ്രസൻ്റ് അല്ല കൊടുക്കേണ്ടത്, 50,000 രൂപ ശമ്പളം കൊടുത്താൽ മതി, പുള്ളിയുടെ പ്രശ്നം മാറും. അപ്പം ഈ ഒരാൾ എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കി മരുന്ന് കൊടുക്കണം. അത് ചില സൈക്കോളജിസ്റ്റുകൾക്ക് അതിന് കഴിയും. ചിലയിടത്ത് ഈ സൈക്കോളജിസ്റ്റുകൾ ഇരുന്ന് മാക്സിമം ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇയാളുടെ ശരീരത്തിൽ അസറ്റൈൽ കൊളൈനും ഡോപ്പാമിനും മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒന്നും കറക്റ്റായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല, അഡ്രിനാലിൻ കറക്റ്റായിട്ടല്ല പമ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ഇനി എന്തോന്ന് താളം വിട്ടാലും അവൻ്റെ ശരീരത്തിൽ ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ഡോപ്പാമിനും പമ്പ് ചെയ്യാനും അഡ്രിനാലിൻ വരാനും അസറ്റൈൽ കൊളൈനും വരാനും ആവശ്യമായിട്ടുള്ള മെഡിസിൻ എന്താണോ അത് കൊടുക്കേണ്ടി വരും. അത് സൈക്കോളജിസ്റ്റിന് എഴുതി കൊടുക്കാൻ പറ്റില്ല, അവിടെ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരും. അപ്പോൾ ഒരാൾ എങ്ങനെ മെന്റലി ഡൗൺ ആവുന്നു, സൈക്കോളജിസ്റ്റിന്റെ ബില്ലിംഗ് അറിയാമല്ലോ, സൈക്കോളജിസ്റ്റിന് ഞാൻ ആക്ച്വലി ഒരു വർഷം സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് മെഡിക്കൽ റിപ്പോർട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ. അപ്പം നമ്മൾ രണ്ടുപേരെയും കണ്ടിട്ടുണ്ടായതുകൊണ്ടും കൂടെ പറയുന്നതാണ്. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അതിലുപരി ഞാൻ മറ്റുള്ള ക്ലാസ്സുകളും മറ്റും കേട്ടിട്ടുള്ള സ്ഥിതിക്ക് പോലും ഞാൻ പറയുന്നത്, ഈ മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ 2 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിൻ്റെ ഇൻബാലൻസ് കൊണ്ട്, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇൻബാലൻസ് കൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇതിനെ നമുക്ക് മെഡിസിൻ കൊടുത്തേ മാറ്റാൻ പറ്റൂ. ചെറിയ എക്സസൈസും മറ്റുമൊക്കെ ചെയ്താൽ കുറേയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് സാഹചര്യം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ കാരണം ഭ്രാന്ത് പിടിക്കുന്ന ഭർത്താവും ഭർത്താവ് കാരണം ഭ്രാന്ത് പിടിക്കുന്ന ഭാര്യയ്ക്കും ഈ ലോകത്തുള്ള എന്ത് മരുന്ന് കൊടുത്താലും അസുഖം മാറത്തില്ല. ആരെങ്കിലും ഒരാളെ രണ്ടുപേരെ രണ്ടാൾക്കാളാകണം. അത് സാഹചര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലെ ഫലപ്രദമാകുന്നത്. അതാണ് നമ്മളൊരു കുഞ്ഞു ഈ മതപരമായ ഈ ആചാരങ്ങളും ഈ ആധുനികതയും തമ്മിലൊരു ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അതായത് ഒരു മനുഷ്യൻ അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അടുത്ത വൈകാരികമായൊരു കാര്യമായിരിക്കും. അപ്പോൾ അവനെ ചാണകം എന്ന് വിളിക്കുന്നു, അവൻ്റെ കോറായിട്ടുള്ള വിശ്വാസങ്ങളെ കളിയാക്കുന്നു. മറ്റവന് അതിൻ്റെ സെൻസിറ്റിവിറ്റി ഇല്ല. സമയം ചെല്ലും തോറും ആളുകൾ സ്വന്തം വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ വലുതാണെന്നും മറ്റവൻ്റെ എല്ലാം അന്ധവിശ്വാസം, എൻ്റെ വിശ്വാസം എല്ലാം വലുത്, അങ്ങനത്തെ ഒരു ടെൻഡൻസി കാണുന്നുണ്ടോ? അതുണ്ട്. അത് നമ്മുടെ മതം പഠിപ്പിക്കുന്നതും ഇപ്പം ഹിന്ദുവിൻ്റെ മതം പഠിപ്പിക്കലില്ലല്ലോ. നമ്മളിപ്പം നമ്മുടെ രാജ്യം പലപ്പോഴും ഒരു ഹൈന്ദവ കൾച്ചറിൽ അധിഷ്ഠിതമായൊരു രാജ്യമാണ്. ഇത് കൾച്ചർ ആണെന്നുള്ളൊരു തിരിച്ചറിവ് ഇതര മതങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളും ജനിച്ചത് ഹിന്ദു മതത്തിലാണല്ലോ. ഒരു ക്ഷേത്രത്തിലും നാളിതുവരെയും നമ്മളെ മതം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ലായ്മയില്ല. നമ്മളത് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യകതയായിട്ട് മാറുകയാണ്
മതപരമായ വോട്ടുകളാണ് തങ്ങളുടെ നിലനിൽപ്പ് എന്നുള്ളത്. മതപരമായ വോട്ടുകൾ തങ്ങളുടെ നിലനിൽപ്പാണെന്നും തങ്ങളുടെ അധികാരം നിലനിർത്തുന്നത് ഇവിടുത്തെ മതമാണെന്നും തിരിച്ചറിയുന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇതര സമുദായങ്ങളെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവർ തിരിച്ചും ആക്രമിക്കാൻ തുടങ്ങും. അതാണ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. BJPയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ വിഭാഗീയത. അപ്പോൾ അതായത് ഇപ്പം BJPക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നുമല്ല. പക്ഷെ രണ്ട് പേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിൻ്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പം പേര് പറഞ്ഞു കഴിയുമ്പം ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, സംശയം യവൻ സംഖ്യയാണോ, കുറി ഇട്ടിട്ടുണ്ടല്ലോ, ഇവൻ്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് BJP ആണ്. എനിക്ക് BJPയോട് അവരുടെ ഭരണപരമായ കാര്യങ്ങളിലോ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലോ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന തീരുമാനങ്ങളിലോ ഒന്നും എതിർപ്പില്ലെന്ന് മാത്രമല്ല ഭയങ്കര സന്തോഷവും ഭയങ്കര സപ്പോർട്ടുമാണ്. പക്ഷേ ഈ സൃഷ്ടിക്കുന്ന വിഭാഗീയത ഉണ്ടല്ലോ അത് ഭീകരമായിട്ടാണ്. അത് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ചെന്ന് അവസാനിക്കുന്നത് മതപരമായിട്ടുള്ള ഭിന്നിപ്പിൻ്റെ ഭയങ്കര. BJP കേരളത്തിൽ അത് എല്ലായിടത്തും എന്ത് സംഭവിക്കുന്നത് വിചാരിക്കുന്നത്? വളർന്നു വന്നാലും വന്നില്ലെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അധികാരം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അധികാരത്തിൽ സത്യത്തിൽ ഇവർ അധികാരത്തിൽ എത്തുന്നതാണ് വർഗീയത കുറയാൻ കുറച്ചുകൂടെ കാരണം. ഈ അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ മാക്സിമം ഭിന്നിപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഗുജറാത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരും തമ്മിലടിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാരണം അവർ സമാധാനമായിട്ട് അവിടെ നിന്ന് ഭരിച്ചോളും. ഈ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നത്. ഇതിൽ BJP മാത്രമല്ല കേട്ടോ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒട്ടും മോശമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൻ്റെ അപ്പോസ്തലന്മാരായിരുന്നു. പണ്ട് ജാതി പറഞ്ഞായിരുന്നു തമ്മിലടിപ്പിച്ചെങ്കിൽ ഇന്ന് മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം അടുത്തിടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്കൊരു ചെറിയ സ്നേഹമൊക്കെ ഉണ്ട്. കാരണം അവർ ഒരേ സമയം തന്നെ ഹിന്ദു വർഗീയവാദത്തെ എതിർക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്ലാം വർഗീയവാദത്തെ അവർ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ആയിരുന്നു കേട്ടോ. പണ്ടത്തെ റിയൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കട്ട നിന്നിട്ട് ഇവർക്ക് വർഗീയവാദത്തെ എതിർക്കുമായിരുന്നു. ഇടയ്ക്ക് എവിടെയോ അവർ പാളി അവർ മറ്റതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. അപ്പുറത്തതിനെ എതിർക്കാൻ വേണ്ടി അപ്പുറത്തതിനെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നത്തിലേക്ക് മാറി. ഇപ്പം കൃത്യമായിട്ട് ചോദ്യം ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എതിർപ്പുകളെ മാറ്റി നിർത്തിക്കൊണ്ട്. ശരാശരി BJP അനുഭാവി എന്ന് വിചാരിക്കുക, അവർ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ടാവോ? ഈ ഹൈ ലെവൽ സ്ട്രാറ്റജി മനസ്സിലാക്കുന്നുണ്ടോ? ഈ ഒരുപാട് പേര് ഈ അടുത്തിടെ BJP ആയിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും മറ്റേ രാജ്യത്തിന് വിരുദ്ധമായ ആക്ടിവിറ്റികളെ പുറത്തുള്ള യുദ്ധങ്ങളെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വല്ലാത്ത വികാരവും ശബരിമല പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എടുത്ത തീരുമാനങ്ങളും രാജ്യത്തിന് ഗുണകരമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളെ അതിനെ മതത്തിൻ്റെ ചട്ടക്കൂടിൽ കൊണ്ട് ചെന്ന് കെട്ടി എതിർക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നിഷ്പക്ഷരായിട്ട് നിന്നിരുന്നുള്ള വലിയൊരു വിഭാഗം ഹിന്ദുക്കൾക്കിടയിലും ഭയങ്കര കൺഫ്യൂഷൻ സൃഷ്ടിക്കപ്പെട്ട് ഇവരറിയാത്ത സംഘികളായി മാറിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്താൽ എതിർക്കുന്നവൻ മുഴുവൻ സംഘികളാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള കടന്നാക്രമണം ഒരു പരിധി കടക്കുമ്പോൾ ഒരുവൻ അത് നമ്മളെപ്പോഴും ഇപ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന കണക്ക് ഇപ്പോൾ ഇവർക്ക് വളരെ എളുപ്പമാണ് അഖിൽമാരെ സംഖ്യയാക്കാൻ അല്ലെങ്കിൽ താങ്കളെ സംഖ്യയാക്കാൻ. താങ്കൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വിഷയം പറയുമ്പോൾ താങ്കൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്താണ് താങ്കൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ താങ്കളെ പിടിച്ച് സംഖ്യയാക്കി കഴിഞ്ഞാൽ പതിയെ താങ്കൾ സംഘിപ്പാളയത്തിലേക്ക് പോവുകയും താങ്കൾക്ക് കിട്ടുന്ന സപ്പോർട്ട് സംഘികളുടേതായി മാറുകയും ചെയ്യുന്നതോടുകൂടി താങ്കളും അവരിൽ ഒരാളായി മാറും. അങ്ങനെ BJPയിലേക്ക് പോയ ഒരുപാട് പേരുണ്ട്. അതേസമയം BJP നേതൃത്വത്തോട് താല്പര്യമില്ലാത്ത വലിയൊരു വിഭാഗവും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു നോർമൽ ഒരു പഴയ ഇപ്പം BJP അല്ലെ RSS പഴയ എനിക്ക് ഒരുപാട് RSSകാരെ അറിയാം. ഭയങ്കര ക്വാളിറ്റിയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് RSSകാരെ എനിക്കറിയാം. അപ്പം ഈ സ്വയം സേവകരെന്ന് പറഞ്ഞിട്ട് അതായത് ആ ഒരു കൺസെപ്റ്റിനെ അല്ലാതെ ഈ വർഗീയവാദമോ മുസ്ലിങ്ങളെ ഒന്നുമല്ല, അവർക്കൊപ്പം അവരുടെ പരിപാടിയിൽ ഇടപെട്ട് കൃത്യമായി. പക്ഷേ ഇവിടെ അധികാരം നിലനിർത്തണമെങ്കിൽ ഇവരെ തമ്മിലടിപ്പിച്ചേ പറ്റത്തോളം തിരിച്ചറിയുന്ന ഒരു മേൽത്തട്ടിലുള്ള ആൾക്കാർ ഒരു പ്രശ്നം ഇട്ട് കഴിയുമ്പോൾ അപ്പുറത്തുള്ളവൻ ബഹളം വെച്ച് തുടങ്ങുമല്ലോ. അപ്പുറത്തുള്ളവൻ്റെ ബഹളം കാണുമ്പോഴത്തേക്ക് ഇപ്പുറത്തുള്ളവനും പതുക്കെ ഏറ്റുപിടിക്കും. അങ്ങനെ ബഹളങ്ങൾ കൂടും. അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും. അത് ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കൂടുതലും. അത് താഴെത്തട്ടിലുള്ളവൻ ഇനി എത്ര മനസ്സിലാക്കിയാലും അവൻ അവരുടെ പാർട്ടിക്കല്ലേ വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവൻ്റെ രാഷ്ട്രീയം എന്ന് ഏതൊരുവൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവനെ ആര് സഹായിക്കുന്നു അവൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിസ്റ്റം ഇപ്പോഴും താഴെത്തട്ടിൽ കുറച്ചുകൂടെ ബലത്ത് കിടക്കുന്നത്. ഒരാവശ്യം വന്നാൽ ഓടി വരാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ.
പക്ഷെ ഇപ്പം ഇത് കേരളം പോകുന്ന വഴി ഒരു നാശത്തിൻ്റെ വഴിയല്ലേ? കാരണം ഇതെന്താ നമ്മൾ ഞാൻ പറയാം, ഇവിടെ ഇപ്പം വരുന്നൊരു പുതിയ തലമുറയൊന്നും ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഇല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ജർമ്മനിയിൽ പോയ സമയത്ത് ഒരു 1000-ലധികം കുട്ടികൾ, ജർമ്മനിയിലാകുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കണം, ഇംഗ്ലീഷ് പറ്റത്തതുമില്ല. അപ്പോൾ അങ്ങനെ വൈഡായിട്ട് എല്ലാവർക്കും പോകാനും പറ്റത്തില്ല. എന്നാൽ പോലും ഞാൻ പോയ സ്ഥലത്ത് 1000-ലധികം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കണം ഒരു പ്രദേശത്ത്. അപ്പോൾ ഇതുപോലെ ഓരോ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലായിട്ട് നമ്മുടെ പുതിയ തലമുറ +2 ഒക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഏതെങ്കിലും പിള്ളേരുടെ അടുത്ത് പോയിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ചോ വല്ല ചോദിച്ചാൽ വല്ലതും അറിയാമോ? അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല. ഇവിടെ ഇപ്പം ഇവിടുത്തെ കലാലയങ്ങളെ സൃഷ്ടിക്കപ്പെടുന്ന കുറേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കുറേ പേര് കുറേ പാർട്ടിയുടെ അടിമകളായിട്ട് മാറുന്നു എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ നന്മയെ കരുതിയിട്ടോ ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ എത്ര പേര് വരുന്നുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാവരോടും ചേർന്ന് കുതികാലി വെട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അല്ലാതെ സ്വീകരിക്കാനോ സന്തോഷത്തോടു കൂടി അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ശ്രമിക്കുമോ? ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഇപ്പോൾ നാശമാണോ നല്ലതാണോ എന്നുള്ളതല്ല, ഇപ്പോഴത്തെ ഒരു രീതി, ഈ ഒരു പ്രവണത മനുഷ്യർക്കിടയിൽ ഉള്ള ബന്ധങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കും, ഭീകരമായ വിള്ളലുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ സമൂഹം ഇങ്ങനെ ഓരോരോ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ആയി പോവുമല്ലോ. അതൊരു പണ്ട് എല്ലാവരും അവരുടെ സാമൂഹിക ജീവിതം ഇല്ല നമുക്ക്, അതാണ് എൻ്റെ സത്യം. ഒരർത്ഥത്തിൽ ഇപ്പം എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങി, ഭീകരമായിട്ട് ചുരുങ്ങി. ഞാനും എൻ്റെ കുടുംബം എന്ന് പറയുന്ന അണുകുടുംബം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ ചുരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനൊന്നും ആർക്കും പറ്റുന്നുമില്ലല്ലോ. ഒരു കമൻറ്റ് കൊണ്ടുപോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുത്തം ചിന്തിക്കുന്നറിയോ, ഇനി ഞാൻ ഈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരുത്തപ്പം തന്നെ ചീത്തോളി എന്തോത്തിനാ എന്ന് കരുതിയിട്ട് നല്ല കാര്യം. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ 90% നെഗറ്റീവ് കമൻസ് മാത്രമേ. കാര്യം നല്ലത് പറയാനുള്ള മടി കാരണമാണ്. ഒരു കാര്യം കണ്ടാൽ അവന് നല്ലതാണെന്ന് അറിയാം, അയാളൊന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് മനസ്സിൽ തോന്നും. പക്ഷേ ഇനി ഞാൻ അടിയിലെങ്ങാനും നല്ലത് പറഞ്ഞു കഴിഞ്ഞാലോ ഇനി വേറൊരുത്തം വന്ന് തെറി വിളിച്ചാലോ, അപ്പം ഇതിനകത്ത് ആകെ സന്തോഷം തെറി വിളിക്കുന്നവന് അവൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അടിപൊളി, അവൻ്റെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടെന്ന്. രാഷ്ട്രീയം മാത്രം എല്ലാ കാര്യത്തിലും എല്ലാത്തിലും വന്നിട്ട് ഈ ചലക്കളിയാ. ഇനി നമുക്ക് അടുത്തവൻ്റെ പേജിലേക്ക് പോകാം. അതെ, ആരുടെ പേജിലേക്ക് പോയി 4 തന്തയ്ക്ക് വിളിക്കണം നോക്കിയിരിക്കുക കുറേ പേര്. ഈ യുവാക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് അകലുന്നു, സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് അകലുന്നു. നമുക്ക് ആരാധന തോന്നുന്ന രാഷ്ട്രീയ നേതാക്കന്മാരില്ലാത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളെപ്പോഴാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു തലമുറ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങിയത്? സച്ചിനെ കണ്ടിട്ടല്ലേ റോട്ടിൽ കൂടെ പോകുന്ന ഓരോരുത്തർ. അതിന് മുമ്പ് കപിൽദേവ്. പിന്നീട് ഇപ്പം ഞാൻ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം ഏകദേശം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു 40 വയസ്സിന് താഴോട്ടുള്ളവരുടെ ഒരു കാലഘട്ടം എടുത്താൽ സച്ചിൻ 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 എന്ന കുട്ടിക്കാലത്ത് ഒരു വിളിപ്പേരിലൂടെയാണ് വരുന്നത്. സച്ചിൻ ഇല്ലായിരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു കപിൽദേവ് ഇല്ലായിരുന്നുണ്ടെങ്കിലോ ക്രിക്കറ്റേ ഇഷ്ടപ്പെടത്തില്ല. എന്തുകൊണ്ടാണ് ഫുട്ബോളിനകത്ത് രാജ്യത്തൊരു വലിയ വികാരം, കേരളത്തിലുണ്ട്, പക്ഷേ രാജ്യത്തൊരു വലിയ വികാരം ഫുട്ബോളിൽ സൃഷ്ടിക്കപ്പെടാത്തത്? ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന, ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തത്തക്ക രീതിയിൽ നമ്മുടെ ഫുട്ബോളിനെ കൊണ്ടുപോകാൻ ഒരാളുണ്ടായിരുന്നില്ല. പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫുട്ബോൾ കളി കണ്ടിട്ടാണോ നമ്മൾ പോർച്ചുഗൽ എന്ന രാജ്യത്തെ ഇഷ്ടപ്പെട്ടത്? ക്രിസ്ത്യാനോ റൊണാൾഡോയെ കണ്ടിട്ട്. അർജൻറ്റീന പിന്നെ അവർ ഫുട്ബോളിൽ ഒരു വലിയ മികച്ച രാജ്യം തന്നെയാണ്. അവിടെ മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ അവരെ മുന്നിൽ നയിക്കാൻ ചിലപ്പോൾ അവരൊരു സ്ട്രൈക്കർ വന്നിരിക്കാം. പക്ഷെ മെസ്സി വന്നപ്പോൾ അതിനത്രയും വലിപ്പം ആ രാജ്യത്തിന് കിട്ടി. അതൊക്കെ ചെറിയ രാജ്യങ്ങളല്ലേ. ഇപ്പം ഇപ്പം ഈ 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി പോയ ജർമ്മനി ഫുട്ബോൾ കളിച്ച് കപ്പടിച്ച് തിരിച്ചു വന്നതെന്നാണ് അവർ പറയുന്നത്. അവരുടെ പതാകയിൽ ഫുട്ബോളിനെ ആലേഖനം ചെയ്തിട്ടുണ്ടല്ലോ. ഓരോന്നിനും, അതായത് അവരുടെ രാജ്യത്തെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു കായിക വിനോദം എന്ന നിലയിൽ. അപ്പോൾ ഇത് ഓരോന്നിനും ഞാൻ പറഞ്ഞതിപ്പം അതുകൊണ്ട് നമ്മൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടു. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ സിനിമയിലേക്ക് ആകർഷകരായി. ഓരോ മേഖലയിലേക്കും ഒരാൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ നമ്മൾ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ആ മേഖലയെ തന്നെ വെറുത്തു പോകും. അതായത് യുവജനതയെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന ഒരാളില്ല. സണ്ണി ലിയോണൊക്കെ വേണ്ടി വരും. അല്ല, പിന്നെ ഈ ചില പ്രചോദിപ്പിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറുകളുണ്ടല്ലോ. അല്ല, നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു ബേസിക് പിന്തുണ എന്തെന്ന് പറഞ്ഞാൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് പലരും ഇപ്പോൾ വ്യക്തിപരമായിട്ടൊക്കെ എൻ്റെ അടുത്തൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ എന്നാ ചോദിക്കും, ഇപ്പം നമ്മൾ നാളെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ചിലർ പറയും അവന് അധികാരം കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം പിന്നെ ഞാൻ മത്സരിക്കുന്നില്ല, ശരി വേറൊരാൾ മത്സരിച്ചോട്ടെ.
അയാൾ നല്ലത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എടാ, ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയാവുന്ന ഒരുത്തൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? അങ്ങനെ ചിന്തിച്ചാൽ അവനൊരു സ്ഥാനം ലഭിക്കണമെന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണോ? അവൻ ആ സ്ഥാനത്ത് വന്നാൽ അത് അധികാരത്തിൻ്റെ ലാത്തിയല്ല അവൻ്റെ കയ്യിലിരിക്കുന്നതെന്നും തനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലേക്ക് താൻ വളരുകയാണെന്നുമെന്നുള്ള തോന്നലുള്ള ഒരുവനെ നിങ്ങൾ ആ സ്ഥാനത്തേക്ക് എത്തിക്കണം. അത് ഏത് രാഷ്ട്രീയ, പിന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ കാല് നക്കി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് സീറ്റ് കൊടുക്കുന്നൊരു ഏർപ്പാട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും നല്ല, അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാരും ഒരുപാട് DYFIക്കാരും ഇന്നും ഈ പാർട്ടിയിൽ ഒന്നുമല്ലാതെ ഒരു പക്ഷേ ഈ നാടിനെ നയിക്കാൻ ശേഷിയുള്ള മികച്ചവരെയൊക്കെ അടിച്ചൊതുക്കി ഇല്ലാതാക്കി തങ്ങളുടെ അടിമകളായിട്ടുള്ള ആൾക്കാരെ എവിടെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് ഈ നാടിനെ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവേഷണം നടത്താമോ ആ ഗവേഷണത്തിലാണ് ഭൂരിഭാഗം രാഷ്ട്രീയ നേതാക്കന്മാർ. സ്വാർത്ഥത ആണ് ഇവരുടെയൊക്കെ ബേസ്. ഞങ്ങൾക്കെന്ത്? അല്ല, ഈ കുട്ടികൾ സ്വാർത്ഥരാണ്, അവർ പുറത്തു പോകുന്നു, അവർ സമൂഹത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്ന ഈ പ്രായമായവർ ചെയ്യുന്നല്ലേ ഇതൊക്കെ? അല്ല, വ്യത്യാസമുണ്ട്. കുട്ടികൾ എന്തുകൊണ്ട് പുറത്തു പോകുന്നു? നമ്മളിപ്പോൾ എന്തിനും ഒരു ഉത്തരവുണ്ടോ? ചോദ്യം ഉത്തരവുണ്ടല്ലോ. അത് ഞാൻ തിരിച്ചു ചോദിക്കാതെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ്. അതാ ഞാൻ പറയും, പ്രായമായവർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അവരിവിടെ നിൽക്കാത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇവിടെ നമ്മൾ ഭയങ്കര ആരാധിക്കത്തക്ക ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കില്ലേ? നമ്മൾ രക്ഷകർത്താക്കൾ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് നീ പോകുമോനെ രാഷ്ട്രീയത്തിൽ പോകും എന്ന് പറയും. അപ്പോൾ അഖിൽ മാനാറിന് വന്നുകൂടെ? ഞാൻ രാഷ്ട്രീയത്തിലാണല്ലോ, പാർട്ടിയിലല്ലെന്നല്ലേ ഉള്ളൂ. നമ്മളൊരു രാഷ്ട്രീയ നാളെ അഖിൽ മാരാർ നയിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കാനൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ അടിമകളുടെ ബഹളമാണ്. അപ്പോൾ ഈ അടിമകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റുമെന്ന് പിന്നെ തിരിച്ചറിയാനുള്ള ബോധമില്ല. ഇപ്പം നീ ആരാ? ഞാൻ കോൺഗ്രസ്സുകാരൻ. അവർ ചെയ്യുന്നത് ശരിയാണ്, അതൊന്നും എനിക്കറിയാതില്ല, ഞാൻ കൈപ്പത്തിക്ക് കിട്ടിയത് എന്ന് പറയാം. ഞാൻ അരിവാളി ചുറ്റിയ നക്ഷത്രം, അത് ഞങ്ങൾ തകാക്കന്മാർ മറ്റേ അതാണ്. ഇതിൻ്റെ ഇടയിൽ ഇവനെ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കി നിന്നെ കൊണ്ടിടാം നമുക്ക് നാടിനൊരു മാറ്റം ഉണ്ടാക്കാം, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം ഏറ്റ് അളിയനെ തന്നെ വിട്ട് ധൈര്യമായിട്ട് മത്സരിക്കുക, ഞങ്ങളുണ്ട് കൂടെ. ഇത് കഴിഞ്ഞിട്ട് നേരെ ബൂത്തിലോട്ട് ചെന്ന് കയറി ഒമ്മയെ കൈപ്പത്തി അയ്യോ, അല്ലെങ്കിൽ അരിവാളിച്ചിട്ട് അപ്പഴേ കംപ്രഷൻ അടിക്കുക. ഇതിൽ കൊണ്ട് ഇതാണ് പ്രശ്നം. അത് ഇവിടെ ഈ അടിമ മനോഭാവത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്ധത നിറഞ്ഞ സമൂഹമാണ് നമ്മുടെ ഇത്. ഇത് മാറി വരണമെങ്കിൽ അവൻ ഭീകരമായി പ്രതിഷേധിച്ചു തുടങ്ങണം. അവൻ്റെ പാർട്ടിയുടെ തെറ്റുകളെ അവൻ ചൂണ്ടിക്കാണിച്ചു തുടങ്ങണം. ഒരു വാർഡ് കമ്മിറ്റി കൂടുമ്പോൾ കോൺഗ്രസിലും അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി കൂടുമ്പോൾ സഖാക്കന്മാരും പറയണം, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ 100 ബ്രാഞ്ചിൽ നിന്ന് പിണറായി വിജയനെതിരെ ഒരു പ്രതിഷേധം വന്നാൽ ഈ പാർട്ടി തെറ്റ് തിരുത്തത്തില്ലേ? പിണറായി വിജയനെ കോൺഗ്രസ്സുകാർ ചീത്ത വിളിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിതത്തിൽ തിരുത്തൂ. പിണറായി വിജയനെ BJP നേതൃത്വം ചീത്ത വിളിച്ച ആ പാർട്ടി തിരുത്തൂ? തിരുത്തില്ല. ആ പാർട്ടി തിരുത്തണമെങ്കിൽ ആ പാർട്ടിക്കാർ ചോദിക്കണം. ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും കഴിഞ്ഞതോടുകൂടി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് താഴെത്തട്ടിൽ നിന്ന് സഖാക്കന്മാർ ഉയർത്തിയത് എന്നൊരു വാർത്ത വരുമ്പോൾ മാത്രമേ നമ്മൾ തിരുത്തണോ വേണ്ടയോ എന്ന് ഇവർ ചിന്തിക്കത്തുള്ളൂ. പിണറായി വിജയൻ മൂന്നാമതൊന്നും നിന്ന് ജയിക്കുമോ? മിക്കവാറും അങ്ങനത്തെ ഒരു പാർട്ടിയാണ് നമ്മുടെ. അത് ജയിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയാവാൻ അല്ല, അതാ പറഞ്ഞത്, അതിനും ഒരിക്കലും ഞാൻ തള്ളി പറയത്തില്ല. സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ കാര്യം പറയാം. എന്താ പറയുക, ഇപ്പോഴും ഈ രാഷ്ട്രീയം എന്നാൽ ശരി തെറ്റുകളുടെ വിലയിരുത്തലല്ല. രാഷ്ട്രീയം, അതായത് അധികാരം എന്ന് പറയുന്നത്, ജനാധിപത്യം എന്നൊക്കെ നമ്മളീ പറയുന്നത് വോട്ടുകളുടെ ബേസിലാണ്. 100 പേരുള്ളൊരു പ്രദേശത്ത് 70 തെമ്മാടികളാണുള്ളതെങ്കിൽ ആ തെമ്മാടികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ മത്സരിച്ചാൽ അവൻ ജയിക്കും. 30 പേര് ഇനി എത്ര വേദവാക്യം ഓതിയാലും എത്ര നല്ല കാര്യം പറഞ്ഞാലും ഇത് മനസ്സിലാക്കാൻ ബോധം മറ്റേ 70 പേർക്കില്ല. അവൻ്റെ ശരികളാണ് അവർക്ക് വലുതെന്ന് വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ ശരി തെറ്റുകളെ വിലയിരുത്തലല്ല രാഷ്ട്രീയം. തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വോട്ട് കുത്താൻ എത്ര പേരുണ്ട്? ഇപ്പം നിലവിൽ കേരളത്തിൽ 100 പേരെടുക്കുമ്പോൾ ഇതിൽ 35 പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബാക്കി വരുന്ന 65 പേരെ വിഘടിപ്പിക്കണം. ഇപ്പോൾ PV അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകും. അതെങ്ങനെ? അതാണ് രസം. PV അൻവറിന് ആരുടെ വോട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്? ആ കമ്മ്യൂണിറ്റി മാറ്റി വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ അയാളെ പൂർണ്ണമായിട്ടും അയാളൊരു മതത്തിൻ്റെ ചട്ടക്കൂടി ഞാൻ കൊണ്ട് കെട്ടുന്നില്ല. കമ്മ്യൂണിറ്റി മാറ്റി വെച്ചാൽ അയാൾക്ക് കിട്ടുന്ന ഭരണവിരുദ്ധ വോട്ടല്ലേ? അതെ. PV അൻവർ ശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെയാണ്.
ആദ്യമൊക്കെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പുള്ളി ഇന്നലെ അവരെ നമ്മുടെ കൂടെ നിന്ന ആളാണല്ലോ എന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്യും. ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നീ എന്തുകൂടെ നമ്മുടെ പാർട്ടിയുടെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്, നീ കുറേ ആയല്ലോ, നീ എന്ത് വലിയ ആൾ കളിക്കുന്നത് എന്നൊരു തോന്നൽ ഓരോ സഖാവിലും സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇവൻ വേറെന്തോ ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ട് നമ്മളെ തകർക്കണം എന്ന് കരുതിയിട്ട് ഇറങ്ങിയേക്കുന്നവരാണെന്ന് ഓരോ ഇടതുപക്ഷ അനുഭാവിയിലും എത്തുന്നതോടുകൂടി അൻവർ ഉയർത്തുന്ന ഓരോ വികാരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ ബലപ്പിക്കുകയും അൻവറിലേക്ക് വരുന്ന പിന്തുണ ഇടതുപക്ഷത്തിനോടുള്ള വിരുദ്ധ വികാരം കൊണ്ട് നടക്കുന്നവരുടെയാവും. ഭരണവിരുദ്ധ വികാരമാണ് അൻവറിലേക്ക് കിട്ടുന്ന ഓരോ വോട്ടും. ഈ വോട്ട് ആർക്ക് കിട്ടേണ്ടതാ? മുമ്പായിരുന്നെങ്കിൽ കോൺഗ്രസിന് മാത്രമായിരുന്നു ഇതിൻ്റെ ഭൂരിപക്ഷം കിട്ടുന്നത്. ഇനി ഓരോ മണ്ഡലത്തിലും BJP തങ്ങളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് ആക്റ്റീവായി കോൺഗ്രസ് ജയിക്കുമെന്ന് തോന്നുന്ന ഒരു മണ്ഡലത്തിൽ BJP ആക്റ്റീവായാൽ, ഇടതുപക്ഷം തങ്ങളുടെ വോട്ടുകളെ ഉറപ്പിച്ച് നിർത്തിയാൽ അവിടെ തോക്കുന്നതും കോൺഗ്രസ് ആയിരിക്കും. കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകളിൽ ഈ NSS സമുദായത്തിൻ്റെ നല്ലൊരു ശതമാനം വോട്ടുകളെയും പിടിച്ചെടുക്കാൻ ശേഷിയുള്ളത് BJPക്കാണ്. അത് പോകുന്നതോടുകൂടി പിന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണയാണ് ഇപ്പോൾ ഇവർക്ക് കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അൻവറിനെ പോലെ ഒരാൾ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയത്തിൽ കുറച്ച് മുമ്പ് പറഞ്ഞത് കണക്ക് ഈ കമ്മ്യൂണിറ്റി വോട്ടും കൂടി സ്പ്ലിറ്റ് ചെയ്ത് അൻവർ എത്തിച്ചാൽ അവിടെ പ്രശ്നമുണ്ടാകും. ഇനി മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വീണ്ടും വർഗീയത പറയാൻ തുടങ്ങിയാൽ ഹിന്ദുക്കൾ വീണ്ടും കോൺഗ്രസിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ അവിടെ വളരെ ബുദ്ധിപരമായിട്ട് BJPക്ക് വോട്ട് ചെയ്യണോ CPM വോട്ട് ചെയ്യണോ എന്ന് തീരുമാനിച്ചാൽ BJP എന്തായാലും ജയിക്കത്തില്ല. എന്തായാലും ലവന്മാർ മുസ്ലിം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവർ അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യും, വോട്ട് CPM തന്നെ കൊടുക്കാം. BJPക്കാരൻ പോലും ചിലപ്പോൾ CPM വോട്ട് കൊടുത്തു കളയും. കാരണം അവനവിടെ രാഷ്ട്രീയത്തെക്കാട്ടി വലുത് മറ്റേതാ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇനി ഇതിനെക്കാട്ടിയും ഇതൊന്നും വേണ്ട. ഒരു 70 നിയോജക മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ ശേഷിയുള്ള കൊള്ളാവുന്ന ഏതെങ്കിലും നേതാക്കന്മാർ നിലവിൽ കോൺഗ്രസിനുള്ളതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവരെ ആരെങ്കിലും ഇപ്പം നമ്മൾ സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. സീറ്റ് കൊള്ളാവുന്ന ആർക്കും ഇവർ കൊടുക്കത്തില്ല. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് അധികാരം കിട്ടുമെന്നു, അധികാരം കിട്ടും എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നിരിക്കട്ടെ. അതായത് ഒരു ചർച്ചയൊക്കെ വരുന്നു, ഇവർക്ക് പൊതുവേ തോന്നുകയാണ് വളരെ ഈസി ആയിട്ട് ഞങ്ങളങ്ങ് അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നിരിക്കട്ടെ. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാമോ? ഫസ്റ്റ് ചർച്ച നടക്കാൻ പോകുന്നത് ആര് മുഖ്യമന്ത്രിയാവും. ആദി ചേട്ടനല്ലേ മുഖ്യമന്ത്രി? കുറേ എണ്ണ അവിടെ സുധാകരൻ്റെ അടുത്ത് കുറച്ച് പേര് വരും, ഒന്നുമില്ല ഇപ്രാവശ്യം പിടിക്കണം, ഇപ്രാവശ്യം CM ആയിട്ട് ഒന്നും ആലോചിക്കാല്ല അവിടെ പിടിക്കണം. രമേശ് ചെന്നിത്തല പാവപ്പെട്ടവൻ പ്രതിപക്ഷ നേതാവായിട്ട് 5 വർഷം ഇരുന്നിട്ട് ഒന്നും അല്ലാതാക്കി മാറ്റാൻ ശ്രമിച്ചൊരു മനുഷ്യൻ, വളരെ നല്ല രാഷ്ട്രീയത്തിൽ വളരെ വലിയ വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. വ്യക്തിപരമായിട്ടും അറിയാം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എടുത്താലും അറിയാം. അദ്ദേഹത്തിൻ്റെ അടുത്തും കുറച്ച് പേര് പറയും നമുക്ക് വിട്ടുകളായിരുന്നു, രമേശ് വിട്ടുകളായിരുന്നു. അവിടെ ഈ 3 പേരും പതുക്കെ തുടങ്ങും. KC വേണുഗോപാൽ വെറുതെ ഇരുന്നാലും ചിന്തിക്കും, ഇത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ഇവിടം വരെയൊക്കെ എത്തി, കേരളത്തിൽ അധികാരം കിട്ടാനുള്ളൊരു സമയം. അദ്ദേഹം വിചാരിക്കുക എന്നാൽ ഇങ്ങോട്ടൊന്ന് വരാം, ഇതുങ്ങളെല്ലാം കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കും. ഇതിൻ്റെ ഇടയിൽ സീറ്റ് ജയിച്ചാൽ മന്ത്രിയാവും, എങ്ങനെയും സീറ്റ് പിടിച്ചേ പറ്റൂ. നേതാക്കന്മാർ ഓരോ മണ്ഡലത്തിലും ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പും പാരവെപ്പും കുതിയാല് വിട്ടും തുടങ്ങും. ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തിന് സീറ്റ് നഷ്ടപ്പെടും, അതോടുകൂടി ഇവന് ഭ്രാന്താവും. അപ്പോൾ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിയെ എങ്ങനെ തോൽപ്പിക്കണമെന്നുള്ള ഗൂഢാലോചന ഈ പാർട്ടി തന്നെ നടത്തിക്കോളും. ഇനി താഴെ തട്ടിലേക്ക് വരാം. 5 വർഷം മുമ്പ് വോട്ട് ചെയ്ത കോൺഗ്രസിൻ്റെ ഒരുപാട് 60-70 വയസ്സുള്ള ഈ കൈപ്പത്തിയോട് ഭയങ്കര ഇഷ്ടമുള്ള വലിയൊരു വിഭാഗം ജനത ഓരോ വാർഡിലുമുണ്ട്. ഇതിൽ കുറേ പേര് മരിച്ചുപോയി. അതായത് ഈ തല വെട്ടിയിട്ടാലും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന ഒരു നല്ല പ്രായം ചെന്ന്. കാരണം ഈ പുതിയ തലമുറ ഒട്ടും ആകർഷിക്കപ്പെടാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ പഴയ തലമുറയുടെ കിട്ടിക്കുന്ന വോട്ട് കുറേ അങ്ങ് മരിച്ചു മാറി. പുതിയ വോട്ട് ചേർക്കണ്ടേ? ഇത് എവിടെ നിന്നെടുത്തിട്ട് ചേർക്കും? ആരെ വിശ്വസിക്കും? പിന്നെ നിഷ്പക്ഷ ജനതയും ഈ പിണറായി വിജയൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയും വെറുപ്പ് തോന്നുന്ന ഒരു വലിയ വിഭാഗം ജനതയുമാണ്. അവർ ഞങ്ങൾക്കേ വോട്ട് ചെയ്യത്തുള്ളേ, ഞങ്ങൾ പിന്നെ അല്ലാതെ എന്ത് ചെയ്യും? അവരങ്ങ് തീരുമാനിക്കും ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ. അല്ല, ഒന്നാമത്തത് ഈ പുതിയ കുട്ടികളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യാനെങ്കിലും കോൺഗ്രസ് പണിയെടുക്കണമല്ലോ. ഒന്നും ചെയ്തില്ല. മറ്റവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി ഒരു വോട്ട് അപ്പോൾ അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ വരിക തന്നെ, അദ്ദേഹം തന്നെ വരികട്ടെ. പാലക്കാട് ആര് ജയിക്കും?